ഹലോ എവരിവൺ, എല്ലാവർക്കും എസിൽ ബി അക്കാഡമി പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നിങ്ങളെ ഒരു അപ്ഡേറ്റ് അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ഒരുപാട് പേര് പറയുന്ന കമ്പനി ബോർഡ് എക്സാമിനേഷൻ അല്ലേ അപേക്ഷിച്ചിട്ടിരിക്കുന്നവരായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് സന്തോഷ വാർത്തയുണ്ട്. അതായത് കമ്പനി ബോർഡ് ടൈപ്പിസ്റ്റിലേക്ക് പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. അതായത് വരാൻ പോവുകയാണ്. ഓക്കെ, അതായത് ഈ പറഞ്ഞ ടൈപ്പിസ്റ്റുകളുടെയൊക്കെ എക്സാമിനേഷൻ എന്ന് കാണും, അല്ലെങ്കിൽ അതിന്റെ നോട്ടിഫിക്കേഷൻ ഒക്കെ എന്ന് കാണും എന്ന് പറഞ്ഞ് ഒരുപാട് ക്യൂരീസ് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതിനുള്ള ഒരു ഉത്തരമായിട്ടാണിത്. അതായത് നമ്മുടെ കേരള PSC നമ്മുടെ തൊട്ട് അടുത്ത ദിവസങ്ങളിലായിട്ട് ഒരു പ്രസിദ്ധീകരണം ഇറക്കിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ആ പ്രസിദ്ധീകരണത്തിൽ 2025 ഡിസംബർ 22 ചേർന്ന യോഗ തീരുമാനത്തിൽ പൊതുമരാമത്ത് വകുപ്പിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ, ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ, വിവിധ വിഷയങ്ങൾ അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ ഗ്രേഡ് 2, അത് കൂടാതെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങൾ നോക്കിയിരുന്ന കമ്പനി ബോർഡ് കോർപ്പറേഷനുകളിലെ ടൈപ്പിസ്റ്റ് ഗ്രേഡ് 2 ഉൾപ്പെടെ താഴെ പറയുന്ന 171 തസ്തികകളിലേക്ക് വിജ്ഞാപനം പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ്. അല്ലെ, അപ്പം 22 ചേർന്നിട്ടുണ്ടായിരുന്ന PSCയുടെ യോഗ തീരുമാനത്തിലാണ് ഇത്തരത്തിലൊരു ടൈപ്പിസ്റ്റിന്റെ വിജ്ഞാപനം വരാൻ പോകുന്നതിനെ കുറിച്ചുള്ള എന്ത് ചെയ്യുന്നത് വിവരങ്ങൾ നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പൊ നോക്കി, പ്രധാനമായിട്ടും വരുന്ന ഒന്ന് പൊതുമരാമത്ത് വകുപ്പിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ, ഹയർ സെക്കൻഡറിയിലെ ടീച്ചർ, വിവിധ വിഷയങ്ങളിലേക്കുള്ളത്, അത് കൂടാതെ തന്നെ അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ ഗ്രേഡ് 2, അത് കൂടാതെ തന്നെ കമ്പനി ബോർഡ് കോർപ്പറേഷനുകളിലെ ടൈപ്പിസ്റ്റ് ഗ്രേഡ് 2 ഉൾപ്പെടെയുള്ള പോസ്റ്റുകളിലേക്ക്, താഴെ പറയുന്ന തസ്തികകളിലേക്കാണ് എന്ത് ചെയ്യുന്നത് പ്രസിദ്ധീകരണങ്ങൾ വരുന്നത്. നോക്കിയേ, മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ അസിസ്റ്റന്റ് പ്രൊഫസർ അല്ലെ, അതേപോലെ തന്നെ ഗ്യാസ്ട്രോളജി, അതേപോലെ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ഫാമി, അതേപോലെ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ നഴ്സിംഗ്, കേരള സ്റ്റേറ്റ് പ്രോസിക്യൂഷൻ സർവീസ് അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ, അതേപോലെ തന്നെ എന്താണ് സോയിൽ സർവേ ആൻഡ് സോയിൽ കൺസർവേഷൻ വകുപ്പിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ അല്ലെ, അതുപോലെ കേരള സ്റ്റേറ്റ് പ്രോസിക്യൂഷൻ സർവീസ് അസിസ്റ്റന്റ് പബ്ലിക്, കേരള വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ വകുപ്പിൽ നോൺ വൊക്കേഷണൽ ടീച്ചർ. അങ്ങനെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ അല്ലെ പറയുന്ന കേരള ലെജിസ്ലേച്ചർ സെക്രട്ടറി കാറ്റലോഗ് അസിസ്റ്റന്റ് എന്നിങ്ങനെ ഒരുപാട് അല്ലെ, കേരള വാട്ടർ അതോറിറ്റിയിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ, അങ്ങനെ അടങ്ങുന്ന ഒരുപാട് എന്താണ് ഈ പറയുന്ന തസ്തികയിലേക്കാണ് എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന പുതിയ വിജ്ഞാപനം വരാൻ വേണ്ടി പോകുന്നത്. അപ്പം കമ്പനി ബോർഡ് കമ്പനി ബോർഡ് ടൈപ്പിസ്റ്റിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നവരാണെങ്കിൽ ഓർക്കുക, നമ്മുടെ നോട്ടിഫിക്കേഷൻ വരാൻ പോവുകയാണ്. അപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനു വേണ്ടി പഠിച്ചു തുടങ്ങുക എന്നുള്ളതാണ്. അല്ലെ, പഠിച്ചു തുടങ്ങുക എന്നുള്ളതാണ്. നമ്മുടെ കമ്പനി ബോർഡ് എലിജിയേഴ്സിനുള്ള നമ്മുടെ കമ്പനി ബോർഡ് LGSന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു, കമ്പനി ബോർഡ് അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ അതിനെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുന്നു പഠിച്ച് തുടങ്ങിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പം അങ്ങനെയുള്ളവർക്ക് ഈ പറയുന്ന ടൈപ്പിംഗ് കൂടെ അറിയാവുന്ന ആളുകളൊക്കെ ആണെങ്കിൽ ടൈപ്പിസ്റ്റിനെ തീർച്ചയായിട്ടും അപേക്ഷിക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, അതായത് ഈ പറയുന്ന എല്ലാവർക്കും തന്നെ ഈ പറയുന്ന അസിസ്റ്റന്റും അതേപോലെ തന്നെ LGS എഴുതുന്ന എല്ലാവർക്കും തന്നെ ഈ പറഞ്ഞ ടൈപ്പിസ്റ്റിന്റെ എഴുതണമെന്ന് നിർബന്ധമില്ല. ഓക്കെ, അപ്പൊ അത്രയാൾ നിങ്ങൾക്ക് എന്ത് അവിടെ കുറഞ്ഞു കിട്ടുമെന്നുള്ളതാണ്. നിങ്ങൾ ചെയ്യേണ്ടത് വ്യക്തമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് പഠനം ഇപ്പൊ തന്നെ തുടങ്ങി മുന്നോട്ടേക്ക് പോവുക എന്നുള്ളതാണ്. അത്തരത്തില് നിങ്ങൾ ഈ പറയുന്ന കമ്പനി ബോർഡ് എലിജിബിലിറ്റിക്ക് വേണ്ടി പഠിക്കുന്നവരാണെങ്കിൽ ഇവിടെ ASLB അക്കാഡമിയിൽ 3-in-1 ബാച്ച് എന്ന പേര് ബാച്ച് നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മളിപ്പോൾ VFAയുടെ വന്നിട്ടുണ്ട് അല്ലെ, വെബ്കോൾ വരാൻ വേണ്ടി പോകുന്നു. കമ്പനി ബോർഡ് എലിജിബിലിറ്റി എന്താണ് വന്നു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഈ പറയുന്ന കമ്പനി ബോർഡ് വില്ലേജ് അസിസ്റ്റന്റ് വെബ്കോയ്ക്കൊക്കെ വേണ്ടി പഠിക്കുന്നവരാണെങ്കിൽ നമ്മുടെ ASLB അക്കാഡമിയിൽ 3-in-1 ബാച്ച് എന്ന ഇപ്പോൾ ഒരു ബാച്ച് നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതായത് നിങ്ങൾ ഇനി ഈ പറഞ്ഞ വില്ലേജ് ബിൽഡിനോ ബെക്കോ കമ്പനി ബോർഡ് എലിജിബിലിറ്റിന് വേണ്ടി പുതിയ ഓരോ ബാച്ചുകളൊക്കെ എടുത്ത് പഠിക്കേണ്ട ആവശ്യമില്ല. 3-in-1 ബാച്ചിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ 3 പരീക്ഷകളൊക്കെ എന്ത് ഒരുമിച്ച് പഠിക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പം നമ്മുടെ കോഴ്സുകളിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ ASLB അക്കാഡമിയുടെ ആപ്പ് പ്ലേ സ്റ്റോറിൽ ആപ്പ് സ്റ്റോറിൽ അവൈലബിൾ ആണ്. ആപ്പ് ഡൗൺലോഡ് ശേഷം കോഴ്സ് പർച്ചേസ് ചെയ്യാം. അതിൽ ആപ്പോടെ ബന്ധപ്പെട്ട് കോഴ്സോട് ബന്ധപ്പെട്ട് എന്ത് സംശയമാണ് താഴെക്കാണ് നമ്മൾ വിളിച്ച് എന്ത് ചെയ്യാം കോൺടാക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ കാത്തിരുന്ന ടൈപ്പിസ്റ്റ് അല്ലെ, ടൈപ്പിസ്റ്റ് എന്താണ് എത്താൻ വേണ്ടി പോവുകയാണ് എന്നുള്ളതാണ് അല്ലെ. അപ്പം ടൈപ്പിസ്റ്റും എത്തിക്കഴിഞ്ഞു, കമ്പനി ബോർഡ് LGS എത്തിക്കഴിഞ്ഞു, വില്ലേജ് അസിസ്റ്റന്റ് എത്തിക്കഴിഞ്ഞു, ഒക്കെ വരാൻ വേണ്ടിയിരിക്കുന്നു അല്ലെ. ഇപ്പൊ ഒരു PSC ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ആണ് എന്ത് ചെയ്യുന്നത് വന്നിട്ടുള്ളത് ആണ്. അപ്പം നിങ്ങളുടെ പോരാട്ടം ഇവിടെ തുടങ്ങണം. ഓക്കെ, നിങ്ങളുടെ ഒരു ഹാർഡ് വർക്ക് എത്രത്തോളം ഈ കുറച്ച് വർഷങ്ങളായിട്ട് നിങ്ങൾ ചെയ്തു വരുന്ന ഹാർഡ് വർക്കിന് ഫലം കാണണമെങ്കിൽ നിങ്ങൾ ഈ ഒരു ടൈം പീരീഡിന് ഉള്ളിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ കാണാൻ എന്ത് ചെയ്യുന്നത് അതിനുള്ള ഫലം കിട്ടുക എന്നുള്ളതാണ്. അപ്പം അതിനനുസരിച്ച് മാക്സിമം എഫോർട്ട് ഇട്ടുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുക. നല്ല രീതിയിൽ പഠിക്കണം. അതേപോലെ നിങ്ങൾക്കറിയാം കോമ്പറ്റീഷനൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ അത് മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ ഈ വരാൻ പോകുന്ന റാങ്ക് ലിസ്റ്റുകളിൽ എൻ്റെ പേരും കാണും. ആത്മവിശ്വാസത്തോടുകൂടി പഠിക്കുക. തീർച്ചയായിട്ടും ഈ ആടുന്ന എല്ലാവർക്കും തന്നെ പുതിയൊരു റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്ന സമയങ്ങളിൽ നിങ്ങൾക്കും ഒരു ഇടം അവിടെ കിട്ടട്ടെ എന്ന് ആത്മാർത്ഥത്തോടെ ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ നിർത്തുന്നു. ഓക്കെ,
അപ്പോൾ താങ്ക് യു. അതേപോലെ തന്നെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്മൾ വിളിച്ച് കോൺടാക്ട് ചെയ്യാം. അതല്ലെങ്കിൽ എന്തെങ്കിലും സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തൊട്ടാഴെ ഗൂഗിൾ ഫോമിന്റെ ഒരു ലിങ്ക് ഉണ്ട്, നിങ്ങൾക്ക് എന്ത് ചെയ്യാം അവിടെ സംശയങ്ങളൊക്കെ അവിടെ രേഖപ്പെടുത്താൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ വീണ്ടും കാണാം.